എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിവാഹ തടസ്സം മാറുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാനും ജാതകപ്പൊരുത്തമില്ലാതെ വിവാഹം ചെയ്തവർക്ക് ഉള്ള ദോഷം മാറ്റുന്നതിന് വേണ്ടിയും ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ കുറച്ച് വഴിപാടുകളെക്കുറിച്ചാണ്. വിവാഹ തടസ്സത്തിനായി നിൽക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയും ഈ ഒരു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് വിവാഹം നടക്കുകയും ചെയ്യുന്നു. ജാതകപ്പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ചവർക്കും ഈ വ്രതം എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അവരുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവുമാകുന്നു. വെളുത്തവാവ് ദിവസങ്ങളിൽ പള്ളിയറ പൂജ, അതായത് ദമ്പതി പൂജ തൊഴുന്നതാണ് ഇവിടെ വിശേഷമായിട്ടുള്ള ഒരു കാര്യം. വിവാഹം നടക്കാതിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് വളരെ ലളിതമായി നടത്തി വരാൻ കഴിയുന്ന ഒരു പരിഹാരമാണിത്. രാവിലെ 4:30 ഇവിടെ നട തുറക്കുക. പള്ളിയറയിൽ നിന്ന് ഭഗവാനെയും ഭഗവതിയെയും ശ്രീകോവിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. 5 മണിക്ക് ശേഷം നിർമാല്യം, പിന്നെ നിവേദ്യം, 7 ശീവേലി കഴിഞ്ഞ് പന്തീരടി പൂജയുമുണ്ട്. അതിനുശേഷം ഉഷപൂജ, വീണ്ടും നിവേദ്യം. 33 ഉപദേവതമാർക്കും നേദ്യമുണ്ട് ഇവിടെ. പിന്നെ ജലധാരയും ശംഖാഭിഷേകവും കഴിഞ്ഞ് ഉച്ചപൂജയും ശീവേലിയും കഴിഞ്ഞ് 11:10 തന്നെ നട അടയ്ക്കുന്നതാണ്. വിവാഹ തടസ്സം പൂർണ്ണമായിട്ടും മാറുകയും എത്ര വിവാഹം നടക്കാതിരിക്കുന്നവർക്കും ഈ ഒരു വഴിപാട് കഴിയുമ്പോൾ ഉറപ്പായും വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. ഭക്തിയോടുകൂടെ നമുക്ക് വിശ്വാസത്തോടു കൂടെ തന്നെ ഈ ഒരു വഴിപാട് കഴിക്കുകയും ഈ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി ഈ ക്ഷേത്രം എവിടെയാണെന്നുള്ളതാണ്. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രമാണിത്. ഇത് കൊടുങ്ങല്ലൂർ എറണാകുളം ഹൈവേയിൽ കോട്ടപുരം കൊടുങ്ങല്ലൂർ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിത്യവും പൂക്കുന്ന കണിക്കൊന്ന മരം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ആ കണിക്കൊന്ന ശ്രീകൃഷ്ണൻ കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.